ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന് നാളെ തുടക്കം. പാകിസ്ഥാനിലും UAE-യിലുമായി നടക്കുന്ന ടൂർണമെന്റിൽ 2 ഗ്രൂപ്പുകളായി 8 ടീമുകളാണുള്ളത്. ആദ്യ മത്സരത്തിൽ പാകിസ്ഥാൻ ന്യൂസിലാൻഡിനെ നേരിടും. ഏകദിന ഫോർമാറ്റിലെ വാശിയേറിയ പോരാട്ടത്തിനാണ് നാളെ മുതൽ തുടക്കമാകുന്നത്. പാകിസ്ഥാനിലും UAE-യിലുമായി നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ 8 ടീമുകൾ 2 ഗ്രൂപ്പുകളിലായി ഏറ്റുമുട്ടും. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ന്യൂസിലാൻഡ് എന്നീ ടീമുകൾ A ഗ്രൂപ്പിലും അഫ്ഗാനിസ്ഥാൻ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകൾ B ഗ്രൂപ്പിലുമാണുള്ളത്. ഇതിൽ അഫ്ഗാനിസ്ഥാനാണ് ടൂർണമെന്റിലെ പുതുമുഖം. ആദ്യമായി മത്സരിക്കാനിറങ്ങുന്ന ടീം വലിയ പ്രതീക്ഷയിലാണ്. ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലാണ് നടക്കുന്നത്. 2020 ഏകദിന പരമ്പരകളിൽ ഇംഗ്ലണ്ടിനെ തകർത്ത ആത്മവിശ്വാസത്തിലാണ് രോഹിത് ശർമ്മയും സംഘവും വ്യാഴാഴ്ച ബംഗ്ലാദേശിനെതിരെ ഇറങ്ങുക. നാളെ നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലാൻഡും പാകിസ്ഥാനും ഏറ്റുമുട്ടും. ത്രിരാഷ്ട്ര പരമ്പരയിലെ ഫൈനലിൽ ന്യൂസിലാൻഡിനോടേറ്റ പരാജയത്തിന്റെ ക്ഷീണം മാറ്റുക ലക്ഷ്യമിട്ടാണ് മുഹമ്മദ് റിസ്വാനും സംഘവും ഇറങ്ങുന്നത്. ത്രിരാഷ്ട്ര പരമ്പര സ്വന്തമാക്കിയ ആത്മവിശ്വാസത്തിൽ ന്യൂസിലാൻഡ് ഇറങ്ങുമ്പോൾ ബാറ്റിംഗിലും ബൌളിംഗിലും മികച്ച ഫോമിലുള്ള താരങ്ങളിലാണ് നായകൻ മിച്ചൽ സാന്ററിന്റെ പ്രതീക്ഷ. കരുത്തരായ ടീമുകൾ ആദ്യ മത്സരത്തിന് ഇറങ്ങുമ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയുടെ തുടക്കം മികച്ചതാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.